റീസെൻ്റ്ലി ഞാനൊരു സിനിമ കണ്ടു. എക്സാക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം മുന്നേ. വിനീത് ശ്രീനിവാസൻ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് ശേഷം ചെയ്തിട്ടുള്ള സിനിമ കരം, ദ ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ മുഴുവൻ കണ്ടതിന് ശേഷം എനിക്കൊരു തോന്നി, നല്ല പടമാണല്ലോ. നല്ല പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ല പടം അങ്ങനെയല്ല, പക്ഷെ കൊള്ളാം, നല്ല പടം, നല്ല കോമഡി ഉണ്ട്, നല്ല ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, എസ്പെഷ്യലി നല്ലതായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. പ്ലസ് അടിപൊളിയായിട്ട് നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ട്. വേറൊരു രാജ്യത്താണ് അത് ചെയ്തിട്ടുള്ളത്. നല്ല മേക്കിംഗ് ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ സിനിമ OTT-യിലാണ് ഞാൻ കണ്ടത്. അപ്പം ഇതൊരു മിക്സഡ് റിവ്യൂ ആയിരുന്നു വന്നെന്ന് തോന്നുന്നത്. അങ്ങനെ ഞാൻ ഈ സിനിമ ഹിറ്റാണോ ഫ്ലോപ്പാണോ എന്ന് ഞാൻ വെറുതെ ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ ഈ സിനിമ ബോക്സ് ഓഫീസ് ബോംബാണെന്നാണ് ഗൂഗിൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇത് നല്ല പടമാണല്ലോ, അത്യാവശ്യം ഒരു എബോവ് ആവറേജ് നിൽക്കുന്ന ഒരു സിനിമ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബഡ്ജറ്റ് ചുമ്മാ പോയി നോക്കിയപ്പോൾ 16 കോടിയാണ് ഈ സിനിമയുടെ ടോട്ടൽ ബഡ്ജറ്റ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത് വെറും 2 കോടി മാത്രമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത്. പറയുമ്പോൾ വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞിട്ടുള്ള അത്രയും സക്സസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറുടെ കയ്യിൽ നിന്ന് ഇത്രയും വലിയൊരു ഫ്ലോപ്പ് വരികയാണ്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ OTT വന്നിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും അത് ഒരു ബോക്സ് ഓഫീസ് ഹിറ്റാണ്. 50 കോടിക്ക് മേലെ എങ്ങോട്ടും കളക്ട് ചെയ്തൊരു സിനിമയാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഈ സിനിമ ഫ്ലോപ്പായി, ഈ ഒരു വീഡിയോയിൽ അതെന്തുകൊണ്ട് ഫ്ലോപ്പായി എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഫസ്റ്റ് ഇതിൻ്റെ കുറച്ച് പ്ലസ്, ഈ സിനിമേൻ്റെ ഒരു പോസിറ്റീവ് കുറച്ച് പറയാം. ഇതിൻ്റെ മെയിൻ പോസിറ്റീവ് ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൽ ഓരോരുത്തരും പെർഫെക്റ്റ് ആയിരുന്നു. അവർ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു എന്നൊന്നല്ല പറയുന്നത്. ബട്ട് അതിലിപ്പോൾ ഷാജോൺ ആയാലും ബാബുരാജ് ആയാലും എല്ലാവരും അടിപൊളിയായിരുന്നു. പിന്നെ എസ്പെഷ്യലി എനിക്ക് എടുത്തു പറയേണ്ടത് ശ്വേതാ മേനോനാണ്. കാരണം അവർ ഒരുപാട് കാലമായി തോന്നുന്നു മലയാള സിനിമയിൽ അവർക്ക് നല്ലൊരു പൊട്ടൻഷ്യലുള്ള റോള് കൊടുത്തിട്ടുള്ളത്. അത് കുറച്ചുണ്ടെങ്കിലും പുള്ളിക്കാരത്തിന് നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടർ അവർ പ്ലേ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിലെ ഫോറിനേഴ്സായിട്ട് ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഇതൊരു ഫോറിൻ കൺട്രിയിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അവരെല്ലാവരും അടിപൊളിയായിരുന്നു. അവരാരും ഈ 100 റുപ്യ കൊടുത്ത് 1000 റുപ്യൻ്റെ അഭിനയം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സ്ക്രിപ്റ്റ് എന്താണോ ഡിമാൻഡ് ചെയ്തത് അതേപോലെ അവർക്ക് ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഇതിൻ്റെ വലിയ പ്ലസ്സാണ്. സെക്കൻഡ് പ്ലസ്, ഈ സിനിമ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ്, നല്ല ഫൈറ്റ്, അത്യാവശ്യം അടിപൊളിയായിട്ട് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള നല്ല ഫൈറ്റ് സീക്വൻസ്, പ്ലസ് അടിപൊളി പ്രൊഡക്ഷൻ ക്വാളിറ്റി. ഇതിൻ്റെ നായകൻ തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ, ഒരു പ്രൊഡ്യൂസർ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ നായകൻ. പിന്നെ ഇതിലേറ്റവും കൂടുതൽ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടത് നന്നായി മേക്ക് ചെയ്തിട്ടുണ്ട്. വിനീത് അത്യാവശ്യം നന്നായിട്ട് ഈ സിനിമ മേക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഈ സിനിമ ഫ്ലോപ്പായി എന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു മൂന്ന് റീസൺസ് ആണ്. ഫസ്റ്റ് റീസൺ എന്താ എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമേൻ്റെ ട്രെയിലർ റിലീസായപ്പോൾ അവർ വെച്ചിട്ടുള്ളത് ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര എന്നാണ് വെച്ചത്. ഫ്രം ദ ഡയറക്ടർ ഓഫ് ഹൃദയം എന്നോ വർഷങ്ങൾക്ക് ശേഷം എന്നോ ഒന്നുമല്ല വെച്ചത്, ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര എന്ന് വെച്ചതാണ്. അതാണ് എനിക്ക് തോന്നിയത് ഈ സിനിമയ്ക്ക് ഏറ്റവും വലിയ അടിയായതെന്ന്. കാരണം തിര പോലുള്ളൊരു സിനിമ, തിരയെ അത്രത്തോളം സ്ക്രിപ്റ്റ് ഇങ്ങനെ പാക്ഡ് ആയിട്ടുള്ള അത്രയും എൻഗേജിങ് ആയിട്ടുള്ള ഒരു സിനിമ. തിര എന്ന് പറയുമ്പോൾ വിനീത് ശ്രീനിവാസന്റെ കരിയറിൽ തന്നെ ടോപ്പ് നോച്ച് സിനിമയാണ്. സോ അതുപോലുള്ള ഒരു സിനിമ എക്സ്പെക്ട് ചെയ്ത് അങ്ങനെ ഒരു കമ്പാരിസൺ ഈ സിനിമയ്ക്ക് വന്നു. സെക്കൻഡ് റീസൺ എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ സിനിമയിലെ നായകൻ നോബൽ ബാബു തോമസ് ആളൊരു കിടിലൻ ആക്ടറാണ്. ഇതിൽ ഫൈറ്റും അത്യാവശ്യം നന്നായിട്ട് കോമഡിയും റൊമാൻസും ഒക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ബട്ട് മലയാളികൾക്ക് ഈ ഒരു നടന് അത്ര ഫെമിലിയർ അല്ല. ഇപ്പം ഞാൻ തന്നെ ഇവരെ നോട്ടീസ് ചെയ്യുന്ന ഹെലൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ്. പിന്നെ ഫിലിപ്സ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സിനിമ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു, അതും നല്ല സിനിമയാണ്. പക്ഷെ ആളെ മലയാളികൾക്ക് അത്ര ഫെമിലിയർ അല്ല. സോ അതുകൊണ്ടായിരിക്കാം മേ ബി അതൊരു റീസൺ ആയിട്ട് എനിക്ക് തോന്നി. തേർഡ് റീസൺ ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പാറ്റേണിലാണ് ഈ സ്ക്രിപ്റ്റ് പോകുന്നത്. ഒരു രക്ഷകൻ ടൈപ്പ് വേറൊരു നാട്ടിൽ പോയിട്ട് തൻ്റെ ഫാമിലിയെ രക്ഷിക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ്
സ്ക്രിപ്റ്റിംഗ് തന്നെയാണ് ഈ സിനിമയ്ക്കുള്ളത്. പിന്നെ ചില സ്ഥലങ്ങളിൽ എനിക്ക് ഇമോഷണലി കണക്ട് ആയിട്ടുണ്ടെങ്കിലും അതൊരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫ്ലിപ്പായി കുറേ ഇങ്ങനെ ചില സ്ഥലത്ത് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഒന്ന് കയറി ഇറങ്ങി അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാത്ത രീതിയിലായിരുന്നു ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് മെയിനായിട്ട് ഈ 3 റീസൺസ് ആണ് ഈ സിനിമയുടെ ഫ്ലോപ്പിന് കാരണമായെന്ന് എനിക്ക് തോന്നിയത്.